അമേരിക്കയുടെ സൈനിക ബേസ് ഒഴിവാക്കാൻ അറബ് രാജ്യങ്ങൾ ആലോചിക്കുന്നു എന്ന അഭിപ്രായം ഇപ്പോൾ പ്രകടമായി തന്നെ ചില റിപ്പോർട്ടുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളുടെ റിപ്പോർട്ട് അത് ഏറെക്കുറെ പ്രസിദ്ധീകരിച്ചു. അറേബ്യൻ രാജ്യങ്ങൾ പിന്നീട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടിയും വൈകിട്ട് മാത്രമാണ് പ്രസിദ്ധീകരിക്കുക. അവിടെ നിന്നും ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നു. കാര്യം എന്ന് പറയുന്നത് ഏറ്റവും സ്വതന്ത്രമായ രീതിയിൽ സന്തോഷത്തോടു കൂടി ഈ രാജ്യത്തുള്ളവർക്കും മറ്റുള്ള രാജ്യക്കാർക്കും അഭയം നൽകുകയും ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാനും സാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ശ്രമത്തിന് വേണ്ടിയിട്ട് എല്ലാ കാലത്തും കഠിന ശ്രമം നടത്തുന്ന സർക്കാരുകളാണ് അറേബ്യൻ രാജ്യങ്ങൾ ഭരിക്കുന്നത്. രാജഭരണ സംവിധാനമാണെങ്കിൽ പോലും അവിടുത്തെ ജനങ്ങൾക്കോ അവിടെ ആശ്രയിക്കുന്ന മറ്റ് ലോക രാജ്യങ്ങളിലെ ജനങ്ങൾക്കോ അവർക്ക് സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ സാമ്പത്തികപരമായ വിഷയത്തിലോ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. മാത്രമല്ല ഓരോരോ രാജ്യങ്ങളും പരസ്പരം തങ്ങളുടെ രാജ്യം ഏറ്റവും കേമപ്പെട്ട രാജ്യമാകണം എന്ന വാശിയോടുകൂടി രാജ്യവികസനത്തിന് വേണ്ടി തങ്ങളുടെ സ്വത്തുക്കൾ പോലും നീക്കിവെക്കുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ അറേബ്യൻ രാജ്യങ്ങളെ ഭരണാധികാരികൾ പിന്തുടരാറുള്ളത്. അതിനപ്പുറം ജയിലിൽ കിടക്കുന്ന പ്രതികളാക്കപ്പെട്ട ആളുകൾക്കൊക്കെ വർഷത്തിലോ അതെ പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളിലൊക്കെ വലിയ ഇളവ് നൽകുന്നു. ഇളവ് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് നാട്ടിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റ് അടക്കമുള്ള സഹായങ്ങൾ രാജാക്കന്മാരുടെ അല്ലെ ഭരണാധികാരികൾ നൽകുന്ന രീതിയൊക്കെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അതൊക്കെ ലോകത്ത് അപൂർവമായ രാജ്യങ്ങൾ മാത്രം ഉണ്ടാകുന്നതാണ്. ഇത്രയും സന്തോഷകരമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന വിഭാഗങ്ങളാണ് അല്ലെങ്കിൽ രാജ്യങ്ങളാണ് അറേബ്യൻ രാജ്യങ്ങൾ. അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ്. അവരുടെ സൈനിക ബേസ് അനുവദിക്കുക എന്ന് പറയുന്നത് ഒരു സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് മുൻപേ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ആയുധങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങൾ, അതായത് ഇറാൻ, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്ന സമയത്തും അറേബ്യൻ രാജ്യങ്ങൾ ഈ സൗഹൃദ രാജ്യം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധമുള്ള രാജ്യമായിരിക്കുന്ന അമേരിക്കയോട് ഈ കാര്യങ്ങൾ പറയാറുണ്ട്. അതിനവർ പറയുന്ന മറുപടി, നിങ്ങൾക്ക് എന്തിനാണ് ആയുധങ്ങൾ കൂടുതൽ, സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏത് തരത്തിലും സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് അതിൽ വിശ്വസിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ആവർത്തനം ഉണ്ടാവാത്ത രീതിയിൽ അവർ ഒപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പോലും സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ട് ജോർജ് ബുഷുള്ള കാലത്തും അതിനുശേഷം ബൈഡനുള്ള കാലത്ത് ഇപ്പോഴത്തെ ട്രംപ് ഈ മുൻപ് ഭരിച്ച സമയത്തെല്ലാം സൗദി അറേബ്യ തന്നെ ചോദിച്ചിട്ട് സമാധാന ആവശ്യത്തിന് വേണ്ടി തങ്ങൾക്ക് ആണവായുധം ഉപയോഗിക്കാൻ വേണ്ടി, ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി അനുമതി നൽകണം എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്, വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ, പിന്നെ എന്തിനാണ് ഇത് ചോദിച്ച് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇറാന്, ഇറാഖ് പോലുള്ള രാജ്യങ്ങളെല്ലാം ആണവായുധ രാജ്യങ്ങളായി. ഇറാഖിൻ്റെത് പിന്നീട് ഇസ്രായേൽ തകർത്തിട്ടുണ്ടെങ്കിൽ പോലും അവർ സ്വന്തമായ രീതിയിൽ ആണവായുധം നിർമ്മിക്കുന്ന രീതിയിലേക്ക് മാറി. അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനവർക്ക് സാധിക്കാതെ പോയി. ഇപ്പോൾ പിന്നീട് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിരിക്കുന്ന 4 രാജ്യങ്ങളിൽ, അതിൽ ഇപ്പോൾ ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഈ 4 രാജ്യങ്ങളിലും അമേരിക്കക്ക് സ്വന്തമായ രീതിയിൽ സൈനിക ബേസ് ഉണ്ട്. അതും കിലോമീറ്റർ ദൂരത്തിലാണ്. ഈ ഉദൈദ എന്ന് പറയുന്ന ഖത്തറിലുള്ള സൈനിക ബേസ് ഏകദേശം 100 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ സൈനിക ബേസ് സ്വന്തമായിട്ടുണ്ടാകുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചും രാജ്യത്തിന് യാതൊരു നോളജും ഉണ്ടാവില്ല. അവരവിടെ ഒരു രാജ്യം പോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പല ഘട്ടങ്ങളിലായി ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി അറേബ്യൻ രാജ്യങ്ങളോട് ഈ കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് അമേരിക്കയെ കൈകാര്യം ചെയ്യേണ്ടത്, ശത്രു അവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾ പാല് കൊടുക്കുന്ന രീതി ശരിയല്ല, അവർ തിരിച്ചടിക്കും. ആ സമയത്ത് പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് ആളില്ലാതെ വരും. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ഒന്നിനെ മാത്രം ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തിലെ മറ്റ് സൈനിക ശക്തിയുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. റഷ്യയും ചൈനയും ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്, കൊറിയ അടക്കം. ഈ 3 രാജ്യങ്ങളുമായിട്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ അകൽച്ചയാണ്, ബന്ധമല്ല. ഒന്നാമത്തത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, പ്രത്യയശാസ്ത്രമായിരിക്കുന്ന വിരുദ്ധത അവർ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി ശരിയല്ല എന്നതൊക്കെ. ഇതെല്ലാം വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇത് ഇറാഖ്
അമേരിക്കൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചില നിലപാടുകളൊക്കെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷിനോട് പറഞ്ഞിരുന്നു. അന്ന് ഒന്നുപോലും സ്വീകരിക്കപ്പെട്ടില്ല. ആ സമയത്ത് തന്നെ മാനസികമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് അകന്നു പോയിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളുടെ നയങ്ങളും നിലപാടുകളും ഒക്കെ പറയുന്ന സമയത്ത് അത് അംഗീകരിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു അവരിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രതികരണം. പിന്നീട് ലോക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ അമേരിക്കയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ഇസ്രായേൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലൊക്കെ വലിയ രീതിയിലുള്ള അകൽച്ച ഉണ്ടാവുകയും ഡെപ്പോസിറ്റ് ചെയ്ത പണം വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുകയും അത് അമേരിക്ക തടയുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് അമേരിക്ക ഒന്നും ചെയ്തിട്ടില്ല, നോക്കി നിന്നു. അതല്ലെങ്കിൽ അമേരിക്കയുടെ അനുവാദത്തോടു കൂടിയാണ് ആക്രമിച്ചത് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഖത്തറിൻ്റെ രഹസ്യ കാര്യങ്ങൾ ചോർത്തിയത് അത് ഇസ്രായേലിൻ്റെ ചാരന്മാരാണ് എന്ന് പറഞ്ഞ് പിടികൂടപ്പെട്ടു. 6 പേരെങ്ങാൻ പിടികൂടിയിട്ടുണ്ട്. മൊസാദ് സംഘത്തിനോട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഭാഗങ്ങൾ ഖത്തറിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി എന്നുള്ളതാണെന്ന് പറയപ്പെട്ടത്. അത് വലിയ വിവാദമായിരിക്കുന്ന വിഷയമാണ്. ആ പ്രവൃത്തി ഇതിനിടയിൽ ഇസ്രായേൽ ഒപ്പിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ആ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയം ഉണ്ടായിട്ടുണ്ട്. അത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അപകടത്തിൻ്റെ കാഠിന്യം കുറക്കാൻ വേണ്ടി സഹായിച്ചത് തുർക്കിയാണ്. തുർക്കി എന്ത് ചെയ്തു? ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് രഹസ്യങ്ങൾ ചോർത്തി. ഏത് തരത്തിലാണെന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ചോർത്തിയ റിപ്പോർട്ട് അപ്പാടെ തന്നെ ഖത്തറിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് കൈമാറി. ഇങ്ങനൊരു ആക്രമണം വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് പൊടുന്നനെ ഉദ്ദേശിക്കപ്പെട്ട ഈ ഗസയിലെ ഹമാസിൻ്റെ സംഘവുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒത്തുകൂടിയതാണ് ഇവർ. അത് അവർ ഈ ഇന്ന സ്ഥലത്ത് ഖത്തറിൻ്റെ പ്രതിനിധികളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ആദ്യ ചർച്ച. പിന്നീട് ഇസ്രായേലിൻ്റെ പ്രതിനിധികളുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നു എന്നൊക്കെയാണ് പറയപ്പെട്ടത്. ഈ മേഖലയിലുള്ള ഹമാസിൻ്റെ ആളുകളെ കൂട്ടത്തോട് കൂടി കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഒരുങ്ങിയത്. പക്ഷേ അവർക്ക് ആ ഉന്നം പേച്ചുപോയി. അതിന് വലിയ രീതിയിലുള്ള സഹായം ചെയ്തത് തുർക്കിയാണ്. അപ്പോൾ ഇൻ്റലിജൻസ് പരാജയപ്പെട്ടു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രഹസ്യ സംവിധാനങ്ങൾ ചോർന്നു പോയി എന്ന റിപ്പോർട്ടൊക്കെയാണ് പിന്നീട് വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്ക ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ എല്ലാ ഇൻ്റലിജൻസ് വിഭാഗവും പരാജയപ്പെട്ടു. രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. അതല്ലെങ്കിൽ ഉദയ്ദയുടെ എയർപോർട്ടിൽ വെച്ച്, അതായത് ഖത്തറിൻ്റെ എയർപോർട്ടിൽ വെച്ച് തന്നെയാണോ ഈ ആക്രമണം നടത്തിയത് എന്ന സംശയം കൂടി അന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, തങ്ങൾ അമേരിക്കയിൽ സുരക്ഷിതരല്ല. ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടാൽ അവർ മൗനം പാലിക്കും. ചൈനയോ റഷ്യയോ ആക്രമിക്കുന്ന സമയത്ത് മാത്രമാണ് അമേരിക്ക പ്രതികരിക്കുക ചിലപ്പോൾ. അപ്പോൾ ഇസ്രായേലാണ് നമ്മുടെ ശത്രുവാരാണ്, ഇസ്രായേലാണ്. അവരാക്രമിച്ചാലോ അമേരിക്ക ഒന്നും ചെയ്യില്ല. പിന്നെ ഇവരുടെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രഹസ്യമായ രീതിയിലുള്ള ചില പഠനങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. കാര്യം ഇത് ഗവൺമെൻറ് മാത്രമല്ല ഒരു രാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യത്ത് ജനങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിക്കപ്പെട്ടു ഗവൺമെൻറ് തലത്തിൽ. അതിൽ നിന്ന് പറയുന്നത് നല്ലൊരു ശതമാനം അമേരിക്കയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം താല്പര്യമുള്ള. ഇതിന് മുൻപ് തന്നെ ഇതിന് സമാനമായിരിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഖത്തറിനെയും UAE പോലെ അമേരിക്കയ്ക്ക് സൈനിക ബേസുള്ള രാജ്യമായിരുന്നു സൗദി അറേബ്യ. സൗദി അറേബ്യ ബേസ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ, എതിർപ്പുകൾ ഉണ്ടായപ്പോഴാണ് സൈനിക ബേസ് എടുത്ത് മാറ്റിയത്. പിന്നീട് ഇപ്പോൾ ഖത്തറിലൊക്കെ ഇവിടെ കർജിലൊക്കെ പ്രവർത്തിക്കുന്ന സുൽത്താൻ എയർബേസ് എന്ന് പറഞ്ഞാൽ, അമീർ സുൽത്താൻ എയർബേസ് എന്ന് പറഞ്ഞാൽ ഒരു വാടക ഈ എയർപോർട്ട് പോലെയാണ് അത് അമേരിക്ക കൈമാറുന്നത്. താൽക്കാലികമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അവിടെ വെച്ച് പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, അമേരിക്ക അവിടെ നിന്ന് ചതി ചെയ്യില്ല. അമേരിക്ക അവിടെ നിന്ന് ഇറാൻ ആക്രമിച്ചു. ഇറാൻ അങ്ങോട്ട് ഈ മേഖലക്കെതിരെ തിരിച്ചാക്രമിച്ചു. അപ്പോൾ അവരുടെ വലിയ രീതിയിലുള്ള വിമാനങ്ങൾ തകർന്നു, വലിയ സൈനിക നഷ്ടങ്ങളുണ്ടായി, അവരുടെ ഈ സൈനിക ബേസുകൾക്ക് ആക്രമണം ഉണ്ടായി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ ബേസ് അവിടെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി സൗദി അറേബ്യ നൽകിയത് തന്നെ തെറ്റാണ് എന്നുള്ളതാണ് ഇറാൻ്റെ അഭിപ്രായം. അതിനനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് നൽകുന്നു എന്നാണ് അവർ പറയപ്പെടുന്നത്. ഏതായിരുന്നാലും അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ പറയുന്ന വിഷയം ഇത്രയും രൂക്ഷമായിരിക്കുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങൾ പതുക്കെ സൈനിക ബേസ് ഒഴിവാക്കാൻ വേണ്ടി ചർച്ച ആരംഭിച്ചു. അതിൻ്റെ തുടക്കം കുറിക്കപ്പെട്ട ഇറാഖിലാണ്. ഇറാഖിൻ്റെ സൈനിക കരാർ വ്യവസ്ഥ പ്രകാരം ഇപ്പോൾ ഈ മെയ് മാസം കഴിഞ്ഞ് ജൂലൈ മാസത്തിലാണ് കരാർ വ്യവസ്ഥ അവസാനിക്കുന്നത്. 2026 ജൂലൈ മാസത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇറാഖിലെ ഒരു പറ്റം ആൾക്കാർ എന്ന് പറയുന്ന സമയത്ത് ഷിയ മിലിഷ്യ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ പറയുന്നത്, നിങ്ങൾ അടുത്ത 2 മാസത്തേക്കൊന്നും ആക്കണ്ട, ഇപ്പോൾ തന്നെ വിട്ടുപോകണം. അഥവാ അമേരിക്കയുടെ സൈനികരെ
ഓടിച്ചു കൊണ്ട് തല്ലുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്, സുരക്ഷിതമല്ലാത്ത രീതിയിൽ. അപ്പോൾ ബാഗ്ദാദിലൊക്കെ സാധാരണഗതിയിൽ അമേരിക്കയുടെ ഈ സൈനികരൊക്കെ ഇറങ്ങി നടക്കുന്ന പ്രവർത്തനം എല്ലാം ഒതുങ്ങിപ്പോയി. അവർ സുരക്ഷാ കേന്ദ്രങ്ങളിൽ ഒതുങ്ങി നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. മാത്രമല്ല പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതും. ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസ് കൊണ്ട് എല്ലാ തരത്തിലും ക്ഷീണമാണ് അമേരിക്കയ്ക്കുണ്ടാകുന്നത്. ഇവിടെ വെച്ച് ആക്രമിക്കാൻ പോലും സാധിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വരുന്ന വിമാനങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോർന്നു പോകുന്നു. സൈനികർക്ക് സുരക്ഷിതമില്ലാതാകുന്നു. ഇവിടെ ഈ കാസിം സുലൈമാനി ഇറാൻ്റെ സൈനിക മേധാവിയെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയതോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന തിരിച്ചടിയാണ് ഈ പറയപ്പെട്ട ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. 60ഓളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ അവകാശപ്പെടുന്നത്. 11 പേർക്കേറ്റ പരിക്കേറ്റു എന്ന് മാത്രമാണ് അമേരിക്ക അതിൽ അവകാശപ്പെട്ടത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പിന്നെ കൃത്യമായിരിക്കും വിവരങ്ങളൊന്നും അറിയില്ല. ഏതാണെങ്കിലും അമേരിക്ക കളവേ പറയുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും ബാധിച്ചിട്ടുണ്ട് ഈ യുദ്ധം. ഇതിൻ്റെ ഒരൊറ്റ കാരണം അമേരിക്ക മാത്രമാണ്. ഇറാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല, ഞങ്ങൾ നിങ്ങളുടെ ശത്രുവല്ല, സൗഹൃദ രാജ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, അമേരിക്കയുടെ ബേസ് അവിടുന്ന് ഒഴിവാക്കണം. ആ ബേസ് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചാ കാര്യങ്ങൾ ഇപ്പം നടന്നു വരുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.